സിനിമാ കോൺക്ലേവിൽ നടത്തിയ പ്രസംഗത്തിൽ വിശദീകരണവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ദളിതരെയും സ്ത്രീകളെയും മോശമായി പറഞ്ഞിട്ടില്ല. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ നവാഗത സിനിമാ സംവിധായകർക്കും പരിശീലനം വേണം. മന്ത്രിക്ക് ചലച്ചിത്ര മേഖലയുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇപ്പം നമ്മളൊന്നും മിണ്ടാതിരിക്കുക നല്ലത്. കാരണം മിണ്ടിയാൽ അതിന് ഒരു വിവാദം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനോടുള്ള ആഗ്രഹം മാത്രം പോരാ, അത് പഠിക്കണം. പഠിക്കാനായിട്ടൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ ഇപ്പോൾ സമയമില്ല. ഇപ്പോൾ അവർക്കൊരു പ്രോജക്റ്റിന് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ വലിയ സമയമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വിദഗ്ധന്മാരുടെ മേൽനോട്ടത്തിൽ മൂന്ന് മാസമെങ്കിലും കുറഞ്ഞത് 3 മാസമെങ്കിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. കാരണം ഈ ഭാഷയെ പരിചയപ്പെടുത്തണം. അവർക്ക് നമ്മുടെ ഭാഷയിൽ ഭേദപ്പെട്ട സിനിമകൾ ഉണ്ടാകണം. അവർക്ക് അവസരം കൊടുക്കുക മാത്രമല്ല, മലയാളത്തിൽ നല്ല ഭേദപ്പെട്ട, അത് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു വാക്കിലെങ്കിലും ഈ 2 കൂട്ടരെ മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ക്ഷമാപണം ചെയ്യാം. സിനിമ കോൺക്ലേവ് സമാപന ചടങ്ങിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ച് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ഈ രംഗത്ത് വരുന്നവർ ഒരു സിനിമയെടുത്ത് അപ്രത്യക്ഷരായി പോകരുത്. സ്ത്രീകളും പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്നവരും ഈ രംഗത്ത് തുടർന്നുമുണ്ടാവണം. അവരുടെ ഗുണത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് താൻ അങ്ങനെ പറഞ്ഞത്. അതാണ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ എതിർത്ത് സംസാരിച്ചത് അദ്ദേഹം സിനിമ സ്പെഷ്യലിസ്റ്റ് അല്ലാത്തതുകൊണ്ടാണെന്നും അടൂർ പ്രതികരിച്ചു. താൻ പറഞ്ഞത് എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലുമുണ്ട്. അതിലെവിടെയെങ്കിലും ദളിത് വിഭാഗത്തെയോ സ്ത്രീകളെയോ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പു പറയാം. മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിന് താൻ ഉത്തരവാദിയല്ല. പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞതാണ് ആർക്കും ഇഷ്ടപ്പെടാതെ പോയത്. അറിവുകേട് കൊണ്ടാണ് അതിനെതിരെ പറയുന്നത്. സിനിമ എന്നത് ഒരു മനുഷ്യായുസ് കൊണ്ട് പഠിച്ചു ചെയ്യുന്ന ഒരാളാണ് താനെന്നും ഇപ്പോഴും സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.